വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡീകോഡിംഗ് മാർക്കറ്റ് പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ തൊട്ട് പാർട്ട് 9 വരെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ റെക്കോർഡിംഗ് എത്തി. പാർട്ട് 10ലേക്ക് നമ്മൾ കിടക്കുകയാണ്. അഡ്വാൻസ്, അതായത് നമ്മളൊരു എൻട്രി ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എൻട്രി നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ഫോം ചെയ്യുന്നു എന്ന് കാണാനുള്ള ബേസിക് ടെക്നിക്കാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മളിവിടെ 119 വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുഴുവൻ വീഡിയോസും, അതായത് എല്ലാ വീഡിയോസും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപോകണം. അതിനുശേഷം ഡീകോഡിംഗ് സീരീസിൽ വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് ഈ പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് കവർ ചെയ്തിട്ടിരിക്കുന്നതായിട്ടുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ബൈ പ്രാക്ടീസ് നമുക്ക് അത് പതുക്കെ സ്വായത്തമാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ചാർട്ട് നമ്മളെ എന്താണ് കാണിക്കുന്നത്, ആ സമയത്ത് നമുക്ക് എൻട്രി ഫോമിംഗ് ആണോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ഒരു വീഡിയോ പോലും ഇഗ്നോർ ചെയ്യാതെ, ഇതൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള സീരീസിൽ എല്ലാവരും ആ ഒരു വീഡിയോ കാണാനും അതിനകത്ത് നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്യാനും എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ടും വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് നമ്മളുടെ ഡീകോഡിംഗ് സീരീസ് മാർക്കറ്റ് 10ലേക്ക് നമുക്ക് കിടക്കാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടുഡേസ് ഡിസ്കഷൻ പ്രൈസ് മാനിപ്പുലേഷൻ ഡീറ്റെയിലിംഗ് ഓൺ ലൈവ് ചാർട്ട്. എനിക്കിപ്പോഴും അറിയാൻ പറ്റും, അതായത് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ചെറുതായിട്ടുള്ള ഡൗട്ടാണെങ്കിൽ പോലും ആ ഡൗട്ടിനകത്ത് കിടക്കുന്ന പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ലിറ്റിൽ സീക്രട്ട് നമ്മളൊരു സോങ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അതിനകത്ത് ആ സോങ്ങിനകത്ത് എന്താണ് ചാർട്ട് കാണുമ്പോൾ വേറൊരു സെനാരിയോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ നമ്മൾ സെക്കൻഡ്ലി നമ്മൾ നോക്കുന്നത് വാട്ട് യു സീ ഇൻ ഹയർ ടൈം ഫ്രെയിം. HTF എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം, LTF എന്ന് പറഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിം. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്താണോ ഇന്റർമീഡിയറ്റ് ലോ, സ്ട്രോങ് ലോ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ എങ്ങനെ കാണുന്നോ ആ സിമിലർ സ്ട്രക്ചർ ഷോർട്ടർ ടൈം ഫ്രെയിമിൽ, ഈവൻ 1 മിനിറ്റിലാണെങ്കിലും 30 സെക്കൻഡ് ചാർട്ടിലാണെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ചാർട്ട് ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡ്സോ ഈവൻ 5 സെക്കൻഡ്സിലോട്ടോ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ വാരി എറിഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകണം. സോ വാട്ട് യു സീ ഇൻ ഹയർ ടൈം ഫ്രെയിം ഷുഡ് ഓൾസോ ബി സീൻ ഇൻ ലോവർ ടൈം ഫ്രെയിം. ഇനി പ്രൈസ് ബിഹേവിയറിൻ്റെ ആണ് ഇന്നത്തെ മെയിൻ ടോപ്പിക്ക്. അതാണ് ഇന്നത്തെ ഈ ടോപ്പിക്കിൻ്റെ മെയിൻ കീ ടേക്ക് അവേ എന്ന് പറയുന്നത്. ബിക്കോസ് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സെഷനും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇനി പ്രൈസ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഡീകോഡിംഗ് 10ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ നൗ ലെറ്റ്സ് ഗോ ടു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ട്രേഡിംഗ് മോഡലിൻ്റെ ഒരു മിനിയേച്ചർ ഫോം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ഈ ഒരു ലെസണിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ഇന്നത്തെ കീ ടേക്ക് അവേ എന്ന് പറയുന്ന ഈ 3 പോയിന്റുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചാർട്ടിലേക്ക് പോകാം. ഫസ്റ്റ് പ്രൈസ് മാനിപ്പുലേഷൻ ഡീറ്റെയിലിംഗ് ഓൺ ദ ലൈവ് ചാർട്ട്. സോ നാസ്ഡാക്കിൻ്റെ ചാർട്ട് നമ്മൾ എടുക്കുന്നു. സോ ഇൻഡെക്സ് എന്ന് പറയുന്നത് നാസ്ഡാക്കിൻ്റെ ചാർട്ടോ അല്ലെങ്കിൽ നമ്മളെ ട്രേഡിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ഈവൻ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണെങ്കിലും പൊസിഷണൽ ട്രേഡിംഗ് ആണെങ്കിലും ഇൻഡെക്സിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റോക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഡൗട്ടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ ലിറ്റിൽ സീക്രട്ട് ഇവിടെ പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്. സോ ഇവിടെ നോക്കി നമ്മളിവിടെ വരുമ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ഡൗൺ ട്രെൻഡ്, ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു കൺസിസ്റ്റന്റ് 1 മിനിറ്റിൻ്റെ ചാർട്ടാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കൺസിസ്റ്റന്റ് ഡൗൺ ട്രെൻഡ് താഴേക്ക് വരുന്നു. സോ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. സി പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും എന്താണ് പ്രശ്നം, നിങ്ങൾ ഓരോരുത്തരും ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നം എന്താണ്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. സോ അതിനുശേഷം പ്രൈസ് ആക്ഷൻ മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഒരു പിന്നെ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ആക്ടിവിറ്റി കണ്ടിന്യൂസ്ലി നോക്കുമ്പോൾ യു ആർ സീയിങ് മൾട്ടിപ്പിൾ ലോസ് ആൻഡ് ഹൈസ് അല്ലേ. സോ വാട്ട് ഈസ് ദിസ്? അപ്പോൾ ആ പാടെ കൺഫ്യൂഷനായി എന്താണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ലോയും ഹൈയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് പ്രകാരം ഹൈയും ലോയും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പ്രൈസ് മൂവ്മെൻ്റ് ആണ്. സി ദിസ് ഈസ് ടു ബി ബേൺഡ് ഇൻ യുവർ മൈൻഡ്. പ്രൈസ് മൂവ്മെൻ്റ് ആണ്. പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബേൺ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ, നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. അതർവൈസ് വെൻ യു സീ എ ചാർട്ട് ലൈക്ക് ദിസ് യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ. അപ്പോൾ എന്താണ് കാര്യം, ഇവിടെ വരുമ്പോഴത്തേനും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, പിന്നെ നോക്കുമ്പോൾ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെയും മൾട്ടിപ്പിൾ തിങ്സ് ആർ ബീങ് ഫോംഡ് ഹിയർ. അപ്പോൾ ഇവിടെ ഏതാണ് ലോ, ഏതാണ് ഹൈ? ദിസ് ഈസ് ടു ബി നമ്മൾ എന്താണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ ഇവിടെ എന്താണ് സംഭവം, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യട്ടെ. അതിനുശേഷം ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ സംബന്ധിച്ച് എന്താണ് വേണ്ടത്,
നമ്മളെ സംബന്ധിച്ച് വേണ്ടത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യണം. സോ ലെറ്റ് ഇറ്റ് ബി ഹൈ ഇവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൈസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കണം? ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. സോ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തോ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തോ വന്നു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബോഡി പോർഷൻ ഉണ്ടല്ലോ, ആ ബോഡി പോർഷന് മുകളിൽ താഴെ പ്രൈസ് താഴെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഇതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈയെ സംബന്ധിച്ച് പിന്നെയും പ്രൈസ് താഴോട്ട് വരുവാണ്, ഇത് ഹൈ ആയിപ്പോയതിന് അല്ലേ. വേറെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് ഈ ബോഡി ലെവലിൽ വന്നതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് കയറുവാണ്. ഓക്കെ, മുകളിലോട്ട് പോകട്ടെ. അപ്പോൾ ഈ ഹൈ നമ്മളെ സംബന്ധിച്ച് ഹൈ അല്ല, പിന്നെ അതിൻ്റെ മുകളിൽ ഹൈ വന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുമ്പം ഈ ബോഡി ലെവലിന് താഴെ വീണ്ടും പ്രൈസ് വന്നോ? ഇല്ല. ഓർ ഈ ലോയ്ക്ക് താഴെ പ്രൈസ് വന്നോ? ഇല്ല. അപ്പം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോയുടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ക്രിയേറ്റ് ദ ഹൈ. ഇൻ ബിറ്റ്വീൻ ചോപ്പി പ്രൈസ് ആക്ഷൻസ് വിൽ ബി ദെയർ. ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ പല പ്രൈസ് ആക്ഷൻസ് വരും. സോ മേ ബി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ വന്നു മേ ബി പ്രൈസ് ഇവിടെ വരാൻ പറ്റും. ഇതാണ് നമ്മുടെ ലോ ക്രിയേറ്റ്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഗ്രൈൻഡ് ചെയ്ത് മുകളിലേക്ക് കയറുന്നു ഇങ്ങനെ. സോ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ക്രിയേറ്റ് എ ഹൈ. നമ്മൾ അതിനൊരു അവസരം കൊടുക്കുക. അവിടെ ഒരു ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്യട്ടെ, അതിനുശേഷം മതിയില്ല നമുക്ക് അതിൻ്റെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലോയിൽ നിന്ന് പ്രൈസിൻ്റെ ആക്ഷൻ അപ്വേർഡ് മൊമെൻറ്റത്തിൽ എവിടെ പോയി ക്ലോസ് ചെയ്യുന്നോ അവിടെ അതാണ് നമ്മുടെ ലാസ്റ്റ് ഹയർ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ കേസിൽ എന്ത് സംഭവിച്ചു? നമുക്ക് ഈ വരുന്ന മൂവ്മെൻറ്റ് യു ഇഗ്നോർ ദിസ് മൂവ്മെൻറ്റ് ബിക്കോസ് അതിനുശേഷം ഇവിടം വരെയാണ് ഹൈ വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ ഹൈ. ഇൻ ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് ലോസ് ആൻഡ് ഹൈസ് ആർ ക്രിയേറ്റഡ് ഈവൻ ഓൺ ദ മൈനർ സ്ട്രക്ചർ അല്ലേ. ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ആർ ക്രിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ സ്ട്രക്ചർ. സോ ആ സ്ട്രക്ചറിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് എന്താണ്? യു നീഡ് ടു ഹാവ് എ ക്ലിയർ ഹൈ ആൻഡ് എ ക്ലിയർ ലോ. എങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രക്ചർ ഫോർമേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇൻ ദിസ് കേസ് ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രൈസ് താഴേക്ക് വരുന്നു, ഇവിടെ വന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് ആക്ഷൻ ഇവിടെ വരുന്നു, അതിൻ്റെ മുകളിൽ അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രൈസ് ആക്ഷൻ. സോ നമ്മളെ സംബന്ധിച്ച് ലെഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദിസ് ഈസ് എ ഹൈ. ദെൻ പ്രൈസ് ആക്ഷൻ നേരെ താഴോട്ട് വരുന്നു, ഇവിടെ അടുത്ത ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിൽ വരുവാണ്. ദിസ് വിൽ ബി അവർ ഹൈ. ഇവിടെ ആ കേസിൽ അത് വന്നിട്ടില്ല. അപ്പം വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു. ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ആർ ക്രിയേറ്റഡ് വിത്തിൻ ദ സ്ട്രക്ചർ. സോ വിത്തിൻ ദ സ്ട്രക്ചർ നമ്മൾ ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ് ആണ് നമ്മളെ സംബന്ധിച്ച് ഐഡന്റിഫൈ ചെയ്യേണ്ട മെയിൻ ലെഗ്. വിച്ച് ലോ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ദ ഹൈ? ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ നോക്കിയതിന് ശേഷം താഴേക്ക് ഇനി അടുത്ത പ്രൈസ് ആക്ഷൻ വരുവാണ്. ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി മുകളിൽ പോയിട്ടില്ല, ഇനി താഴോട്ട് പോരട്ടെ പ്രൈസ്. സോ ഇനി നമ്മളുടെ എക്സ്പെക്ടേഷൻ പ്രൈസ് ഈ ലോ ഇറ്റ് ഷുഡ് ബി ടേക്കൺ. അപ്പോൾ ഈ ലോ പ്രൈസ് താഴേക്ക് വരുന്നു. ഇവിടെ പ്രൈസ് ഇസ് അഗെയിൻ ഗ്രൈൻഡിങ് ഡൗൺ. ഇവിടെ അഗെയിൻ ക്രിയേറ്റിംഗ് ഇന്റർമീഡിയറ്റ് ഹൈസ് ആൻഡ് ലോസ്. അഗെയിൻ ദ ലോ ഇസ് ടേക്കൺ അല്ലേ. ലെറ്റ് ഇറ്റ് ടേക്ക്. അതിനുശേഷം ഇനി ഇവിടെ ലോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അടുത്ത പ്രാവശ്യം പ്രൈസ് ആക്ഷൻ വരുമ്പം ഈ ദിസ് ഹൈ ഷുഡ് ബി ടേക്കൺ അല്ലേ. സോ നമ്മൾ പ്രൈസ് ആക്ഷൻ ഓർ ദ പ്രൈസ് മാനിപ്പുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. എന്താണ്? ബിക്കോസ് ഇൻ ബിറ്റ്വീൻ ഇഫ് യു പുട്ട് എനി ഓർഡർ ഹിയർ ഇൻ ബിറ്റ്വീൻ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് വിൽ ബി ടേക്കൺ ഔട്ട്. മനസ്സിലായോ? നമ്മളൊരു നേക്കഡ് പൊസിഷനായിട്ട് അവിടെ നിന്ന് പോകും. അപ്പം യു ഷുഡ് നോട്ട് ബി ഇൻ ആൻ എംബാരസിങ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു എംബാരസിങ് സിറ്റുവേഷന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് let the price activity complete or let the price manipulation complete, then you will enter. അതിന് വേണ്ടിയിട്ടാണ് the little secret I am telling you, high is taken, low is taken and run up to mitigate. ആ സീക്രട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ്. സോ യു ആർ ഗിവിംഗ് ദ മാർക്കറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലീറ്റ് ദ പ്രൈസ് ആക്ഷൻ ഓർ ദ പ്രൈസ് മാനിപ്പുലേഷൻ. മനസ്സിലായോ? ആ പ്രൈസ് മാനിപ്പുലേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ അവിടെയാണ് നമ്മുടെ പേഷ്യൻസ് എന്ന് പറയുന്നത്, നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത്. സോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഏരിയയിൽ പേഷ്യൻസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഐ എം ഷോയിങ് യു ദ ക്ലിയർ എക്സാമ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. വേർ ആസ് നോബഡി എൽസ് നോസ് വേർ ഇസ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ലെറ്റ് ദം എക്സ്പ്ലെയിൻ. അങ്ങനെ ഉണ്ടെങ്കിൽ സോ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഒറ്റ ചാനൽ മാത്രമേ ഈ കേരളത്തിലുള്ളൂ, ദാറ്റ് ഈസ് ട്രേഡിംഗ് സീക്രട്സ് ചാനൽ മാത്രമേ ഉള്ളൂ. സോ യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് താഴേക്ക് പ്രൈസ് വന്നു, ഗ്രൈൻഡിങ് ഡൗൺ ദ പ്രൈസ്. സോ നമ്മളെ സംബന്ധിച്ച് ഇതായിരുന്നല്ലോ, ദിസ് ഈസ് എ ഹൈ, ദെൻ ദിസ് ലോ ഈസ് അഗൈൻ ലോ ടേക്കൻ ചെയ്തു, അതിനുശേഷം വീണ്ടും ചോപ്പി പ്രൈസ് ആക്ഷൻ ഓർ ഇന്റർമീഡിയറ്റ് ഹൈസ് ആർ ക്രിയേറ്റഡ്, നോ പ്രോബ്ലം. ഇനി നമ്മളെ സംബന്ധിച്ച് ഈ ലോ എടുത്തു കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് ക്രിയേറ്റ് ടിൽ വാട്ട് എവർ ഇറ്റ് വാണ്ട്സ് അല്ലേ. മേ ബി അത് ഇച്ചിരി താഴെ ഇവിടം വരെ വന്ന് ക്രിയേറ്റ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി പോകട്ടെ താഴെ ഇവിടം വരെ വന്ന്, ഡസൻ മാറ്റർ. അപ്പം ഇവിടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് പിന്നെ മുകളിലേക്ക് കയറി പോകണം അല്ലേ. നമ്മളെ സംബന്ധിച്ച് പ്രൈസ് മുകളിലേക്ക്. സോ ഇവിടെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു. പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവം? ഇവിടെ നേരെ മുകളിലേക്ക് പ്രൈസ് ആക്ഷൻ നേരെ മുകളിലോട്ട് പോകാൻ പറ്റും അല്ലേ. മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഹൈ എടുക്കണം.
ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം പ്രൈസ് ആക്ഷൻ ഇവിടെ വന്ന് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഈ പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഹൈക്കും താഴെ ഈ ലോ പിന്നെ വന്നെടുത്തു. അപ്പം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. സോ എഗെയിൻ പ്രൈസ് ആക്ഷൻ എന്താണ്? ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈ ലോ ഈസ് ടേക്കൺ അല്ലേ. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ഈ ഹൈ എടുക്കണം. സോ ഈ ഹൈ ഈസ് ടേക്കൺ അല്ലേ. ഇവിടെ ഈ മുകളിലേക്ക് പ്രൈസ് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഹൈ ഈസ് ടേക്കൺ. ദെൻ പ്രൈസ് ഷുഡ് കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ്. ഇവിടെ എന്തെങ്കിലും ഏരിയ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ് അല്ലേ. ഈ ഒരു അതായത് ഈ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് നമ്മളുടെ പ്രീവിയസ് ഏരിയ ഓഫ് പ്രൈസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലെഗാണ്. ഏത്? എൻ്റെ കളർ ഇടാം. ഇതല്ല ഹൈ ലോയി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രീവിയസ് ഏരിയയുടെ ഹൈ ലോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഏരിയയുടെ 50% മാർക്കറ്റ് ഷുഡ് കം ബാക്ക് ആൻഡ് മിറ്റിഗേറ്റ്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ ഷുഡ് ബി മിറ്റിഗേറ്റഡ്. ഇതാണ് കാര്യം. അപ്പോൾ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഹൈയും ലോയും ദ ലാസ്റ്റ് ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ദാറ്റ് ഏരിയ ഈസ് കൺസിഡേർഡ് ടു ബി ദ പ്രീവിയസ് ഏരിയ. സോ ദ പ്രീവിയസ് ഏരിയ സബ്സീക്വൻറ്റ് പ്രൈസ് ആക്ഷൻ അകത്ത് പ്രീവിയസ് ഏരിയ പ്രൈസ് ഹാസ് ടു കം ഡൗൺ ആൻഡ് മിറ്റിഗേറ്റ് ദിസ് 50%, ദെൻ ഗോ അപ്പ്. സോ ദിസ് ഈസ് എ ടെക്നിക്ക്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? 50% പിന്നെ നമ്മളവിടെ വന്ന് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. സോ ഇൻ ദിസ് കേസ് ഈ 50%-ൽ ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോ ഇല്ലയോ? വന്നിട്ടില്ല അല്ലേ. അപ്പം അങ്ങനെ വരാത്തപ്പം നമ്മളെ സംബന്ധിച്ച ഈ എൻട്രി സിനാരിയോ അവിടെ ഫോമിങ് അല്ല. ദാറ്റ് ഈസ് എ ക്ലിയർ ഫോർമേഷൻ ഓഫ് എൻട്രി. നമുക്ക് പിന്നെ എൻട്രി എടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് മൾട്ടിപ്പിൾ ടൈംസ് പ്രൈസ് ആക്ഷൻ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ദിസ് ലോ ഇസ് എ വാലിഡ് ലോ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലേ. ഇവിടെ വന്ന് വാലിഡ് ലോ എന്ന് കൺസിഡർ ചെയ്യുന്നു. എന്തുകൊണ്ട് നമ്മൾ ഇതിനെ വാലിഡ് ലോ എന്ന് കൺസിഡർ ചെയ്യുന്നു? ചാർട്ടിൽ നമ്മൾ നോക്കി കാണുമ്പോൾ പല സിനാരിയോസ് ഫോം ചെയ്യുന്ന കാണാം. അപ്പോൾ നമ്മൾ യു ഹാവ് ടു റിലേറ്റ് യുവർ കറണ്ട് പ്രൈസ് ആക്ഷൻ വിത്ത് ദ പ്രീവിയസ് സ്ട്രക്ചർ. സോ ഹൗ ഡു യു കമ്പയർ യുവർ പ്രീവിയസ് സ്ട്രക്ചറുമായിട്ട് എങ്ങനെ കമ്പയർ? സോ വാട്ട് ഈസ് ദിസ് ലോ ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ലോ? എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ബിക്കോസ് ദിസ് ലോ ഈസ് ഇതായിരുന്നല്ലോ നമ്മുടെ ലോ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? പ്രീവിയസ് സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ടോ? ഒരു ലോ ഈസ് ക്രിയേറ്റഡ്, ദെൻ എ ബിഗ് ക്യാൻഡിൽ ഈസ് ഫോംഡ്, ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ലോ ദിസ് ഈസ് ആൻ പുൾ ബാക്ക് സെനാരിയോ അല്ലേ. ഈ ഒരു ക്യാൻഡിൽ ഒരു പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു ദ ട്രേഡിംഗ് നമ്മുടെ ചാനലിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് പുൾ ബാക്കിൻ്റെ 6 വീഡിയോസ് ഇവിടെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. And you are watching Trading Secrets YouTube channel. Nobody will explain you the pullback scenario as the same as what I am explaining you. Okay? Because നമ്മളെ സംബന്ധിച്ച് എൻട്രി ഫോർമേഷൻ ഉള്ള കാര്യങ്ങളാണ് ഈ ഇതിനകത്തുള്ള വീഡിയോസിനകത്ത് ഇട്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുൾബാക്ക് സെനാരിയോയുടെ വീഡിയോ ഇതിനകത്ത് 6 എണ്ണം ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും നിങ്ങളാരും എല്ലാവരും ചോദിക്കുന്നതാണ് എവിടെയാണ് പുൾബാക്കിൻ്റെ വീഡിയോ എവിടെയാണ് കിടക്കുന്നത്. ഇവിടെ നമ്മളുടെ ചാനൽ ഇവിടെ വന്നിട്ട് വീഡിയോസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലേറ്റസ്റ്റ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഓൾഡസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ആദ്യത്തെ വീഡിയോ തൊട്ടുള്ള സാധനങ്ങളെല്ലാം താഴോട്ട് ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാം. ഈ വീഡിയോസ് ഇനിയും എല്ലാം കാണുമല്ലോ. ലേറ്റസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലേറ്റസ്റ്റ്. അപ്പോൾ ഇവിടെ പുൾ ബാക്കിൻ്റെ വീഡിയോ തുടങ്ങുന്നത് എവിടെ തൊട്ടാണ്? ഇവിടെയാണ് നമ്മുടെ പുൾ ബാക്ക് ഇതാണ്. പുൾ ബാക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിന് ലിങ്ക് വേണം, കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുന്നത്, ചാനൽ മുഴുവൻ കാണാതെ നമുക്കൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഫോം ചെയ്തെടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബിക്കോസ് യു നീഡ് ടു നമ്മൾ ഓരോരുത്തരും ട്രേഡിംഗ് മോഡൽ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടിനെ കാണുന്നത് ഹൗ ഡെപ്ത് യു ആർ ഇൻ ടു മൈ ലെസൺസ്. മനസ്സിലായോ? നിങ്ങൾ ഓരോരുത്തരും എത്ര ഡീപ്പോടുകൂടി ഇതിനകത്ത് ആത്മാർത്ഥയോടുകൂടി പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. സോ I want you to be a professional trader and you have to be a sharp shooter in terms of trading. മനസ്സിലായോ? അതിനുവേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നൗ ലെറ്റ് us come back to the ചാർട്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടോ? സോ പുൾ ബാക്ക് ഈസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഫോർ us. അപ്പോൾ ഇവിടെ വന്ന് പ്രൈസ് ആക്ഷൻ താഴേക്ക് വരുന്നുണ്ട്. സോ ഇവിടെ ഈ പുൾ ബാക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആക്ച്വലി ഈ ഒരു മൂവ്മെൻറ്റ് ഈ പുൾ ബാക്ക് മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ് ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് നോട്ട് കംപ്ലീറ്റഡ്. സോ ഇവിടെ അത് വന്ന് ടാപ്പ് ചെയ്തു എന്നിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഓഫ് പ്രൈസ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ നമ്മളെ സംബന്ധിച്ച് കിടപ്പുള്ളത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ബോട്ടം ലെഗ് നമ്മളുടെ ബേസ് ലോ ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ദിസ് ഈസ് ഡിസ്ക്രിഷണൽ. നമ്മളുടെ പഠിത്തത്തിൻ്റെ ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളിത് ഡിസ്ക്രിഷണൽ ആയിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഡിസിഷണൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. വേറെ ഇത് നമുക്ക് ലോയും ഹൈ ആയിട്ട് കറക്റ്റ് ചെയ്യാം. ഇത് കാണാം, ഇവിടെ നോക്കാം. അന്നേരം പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്രീവിയസ് ഏരിയയിൽ 50% മിറ്റിഗേറ്റ് ചെയ്യാൻ പ്രൈസ് വന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ മാർക്കറ്റിൽ എൻട്രി ഫോർമേഷൻ്റെ സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് യു ഹാവ് ടു റിഫൈൻ ഇറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം നോക്കിയിരിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ദിസ് ഈസ് യുവർ ലോ ആൻഡ് ദിസ് ഈസ് യുവർ ഹൈ ആൻഡ് ദിസ് ഈസ് യുവർ ലോവർ ലോ which is a new law created, and this is your high is taken out and price will come back 50% of the previous area. This is the previous area, correct? So this this is the previous area. So this previous area 50% price will come back and mitigate. So when the price is coming back 50%, what is there to mitigate? അല്ലേ, എന്താണ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ളത്? സോ വെൻ യു സീ ഹിയർ price action, the healthy unhealthy price action, what you see here, one candle is formed and there is a fair value gap exactly after the bottom. So the techniques what I am telling you to study from the lessons from 1 to 119 videos, ഇവിടെ fair value gap, order block, all those concepts will work only on this kind of scenarios. മനസ്സിലായോ? Otherwise if you are watching only നമ്മളുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വാച്ച് ചെയ്ത് അതിൽ ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ യു വിൽ ഫെയിൽ. മനസ്സിലായോ? ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ്. ഇതാരും പറഞ്ഞു തരത്തില്ല. ഇത് നോബഡി വിൽ ടീച്ച് യു ഇൻ ദ ഹിസ്റ്ററി ഓഫ് ട്രേഡിംഗ് വേൾഡ് ബിക്കോസ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രറ്റ്സ് യൂട്യൂബ് ചാനൽ. ഓൺലി ഐ വിൽ ബി ദെയർ ടു എക്സ്പ്ലെയിൻ യു ബിക്കോസ് ഇത് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ കടഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ അമൃതമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് എ ഗോൾഡ് മൈൻ ടെക്നിക് ദാറ്റ് ഐ ഗോട്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഷെയർ ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ആദ്യമായിട്ടുള്ള ലക്ഷ്യം. വൺസ് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഓൺ എ മൈനർ സ്ട്രക്ചർ ഇഫ് യു ക്യാൻ സീ ഇറ്റ് ഓൺ ദ ലാർജർ ടൈം ഫ്രെയിം, ഹയർ ടൈം ഫ്രെയിം ഓൾസോ. മനസ്സിലായോ? ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്താണോ കാണുന്നത്, നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1 മിനിറ്റിനാണ്. സിമിലർലി 30 seconds ചാർട്ടിലും യു ക്യാൻ സീ ദ സെയിം പാറ്റേൺ. ഇഫ് യു കനോട്ട് സീ ദിസ് വൺ ഇൻ ദ 30 seconds, അത് മണൽ വാരി എറിഞ്ഞിരിക്കുന്ന പോലെയാണ് ചാർട്ടിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് നിങ്ങളുടെ കൺമുന്നിൽ കിടന്ന് ഇങ്ങനെ കാണുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ് വിത്ത് ദ ക്യാൻഡിൽ സ്ട്രക്ചർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈസ് ആൻഡ് ലോസ് ഇൻ ടേംസ് ഓഫ് ദ പ്രൈസ് മൂവ്മെൻറ്റ്. സോ വാട്ട് അബൌട്ട് പുൾ ബാക്ക്? പുൾ ബാക്ക് ഈസ് ഓൾസോ ദ സെയിം ടെക്നിക്ക്. വെൻ ദ പ്രൈസ് മൂവ്മെൻറ്റ് ഈസ് ഓൺ ദ അപ്പർ സൈഡ് ഓർ ദ ഡൗൺ സൈഡ്, പുൾ ബാക്കിൻ്റെ സിനാരിയോസും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആർ വി ലിങ്കിങ് ദ ലോജിക് വിത്ത് ദ റൈറ്റ് ലോജിക് വിത്ത് ദ റൈറ്റ് ട്രേഡിംഗ് സെറ്റപ്പ് ഓർ നോട്ട്? നമ്മൾ പുൾ ബാക്കിൻ്റെ സെനാരിയോ ഇസ് ലിങ്കിങ് ലോജിക്കലി വിത്ത് ദ ചാർട്ട് സ്ട്രക്ചർ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുൾ ബാക്കിൻ്റെ ഏരിയ ഓഫ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻസ് ആണ്. മിക്കവാറും നമ്മൾ സെനാരീസ് എല്ലാം കാണുന്നത് ഇതിലായിരിക്കും. അപ്പം അത് കണക്ട് ചെയ്യുന്നതും ഇത് കണക്ട് ചെയ്യുന്നതും നമ്മളുടെ ഇതിൻ്റെ ഈ ചാർട്ടിൻ്റെ അകത്ത് വരുന്ന പ്രൈസ് ആക്ഷൻ്റെ, നമ്മളുടെ ലിറ്റിൽ സീക്രട്സിനെ പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന പ്രൈസ് ആക്ഷൻ്റെ ഹൈസ് ആൻഡ് ലോസ് മാർക്ക് ചെയ്യപ്പെടുന്നതും സ്ട്രക്ചറൽ വൈസ് ദിസ് വിൽ ബി ദ സെയിം. ദ ലോജിക് ഈസ് സെയിം. മനസ്സിലായോ? അപ്പം ആ ലോജിക്ക് സെയിം ആയതുകൊണ്ടാണ് പ്രൈസ് ആക്ഷൻ plus the little secret that I told you, the high is created, low is created, and the high is taken and the low is taken. അത് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ലിറ്റിൽ സീക്രട്ടും ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് ഓൺ എ സിംഗിൾ ലൈൻ ഫോർമേഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ലോജിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ വർക്ക് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിന് സഫീഷ്യൻറ്റ് ടൈം കൊടുക്കുവാണ്. ലെറ്റ് ദ പ്രൈസ് ആക്ഷൻ ഓർ ദ പ്രൈസ് മാനിപ്പുലേഷൻ കംപ്ലീറ്റ്. മനസ്സിലായോ? ലെറ്റ് ഇറ്റ് കംപ്ലീറ്റ്, ദെൻ യു എൻ്റർ ഇൻ ആൻ ഏരിയ, it's a feasible area, you try it out and put your small stop loss and play it out. ഇത് മാത്രമേ ഉള്ളൂ ട്രേഡിങ്ങിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ. ബിക്കോസ് ദിസ് ഈസ് എ ട്രേഡിംഗ് ടെക്നിക്, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ഈസ് കം ദെയർ ടു മിറ്റിഗേറ്റ് ആൻഡ് ദ പ്രൈസ് വെന്റ് അപ്പ്. ഈ പ്രൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഈവൻ ദെൻ പ്രൈസ് ഈസ് ഗോയിങ് അപ്പ്, യു ക്യാൻ പുട്ട് എ കോസ്റ്റ് സ്റ്റോപ്പ് ലോസ്. നമുക്ക് പേടിയാണെങ്കിൽ ആ സമയത്ത് പ്രൈസ് ഇവിടെ വരെ കയറി, നെക്സ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ കണ്ടു, ഇറ്റ് ഇസ് നോട്ട് എ ലോകാവസാനം. മനസ്സിലായോ? നെക്സ്റ്റ് അഗെയിൻ പ്രൈസ് ഇസ് ഗ്രൈൻഡിങ് ഇറ്റ് ഡൗൺ, ലെറ്റ് ഇറ്റ് കം ഡൗൺ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രൈസ് ആക്ഷൻ, ഈ ചോപ്പി പ്രൈസ് ആക്ഷൻ ഇവിടെ കാണുമ്പോൾ വാട്ട് യു ഷുഡ് തിങ്ക്, ഇവിടെ ഇങ്ങനെ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ 1000 രൂപ ലാഭം വന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇത് നമ്മൾ പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്തു. എന്തിന്? വാട്ട് ഇസ് യൂസ് ഓഫ് ദാറ്റ്? ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്ത് കളയുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമുക്ക് പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് നിങ്ങൾക്ക് അറിയത്തില്ല. ബിക്കോസ് യു ഹാവ് ടേക്കൺ എ പൊസിഷൻ ഹിയർ ബേസ്ഡ് ഓൺ ഗാംബ്ലിംഗ്. ഇൻ ദാറ്റ് സെറ്റപ്പ് വാട്ട് യു വിൽ ഹാവ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ യു വിൽ ക്ലോസ് ഔട്ട് യുവർ പൊസിഷൻ. വേറാസ്
നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള തോട്ട് പ്രോസസ്സിനകത്ത് ഇഫ് യു ഫൈൻഡ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി യു വിൽ നാച്ചുറലി വെയിറ്റ് ആൻഡ് ദ മാർക്കറ്റ് വിൽ ഗീവ് യു എ ബ്ലെസ്സിങ്. മനസ്സിലായോ? ദിസ് ഇസ് ദ ഓൺലി ടെക്നിക്. നൗ ലെറ്റ്സ് കം ബാക്ക് ടു ദ അപ്പോൾ നമ്മൾ ലിറ്റിൽ സീക്രട്ടിൻ്റെ മൈനർ ഡീറ്റെയിലിംഗിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിനകത്ത് പറയേണ്ട കാര്യം പ്രൈസ് മാനിപ്പുലേഷൻ ഡീറ്റെയിലിംഗ് ഓൺ ലൈവ് ചാർട്ട് ഇന്നലെ നടന്നിരിക്കുന്നത്. സോ ഇത് നാസ്ഡാക്കിൽ ഇന്നലെ നടന്നിരിക്കുന്ന ചാർട്ടിൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇതിനകത്ത് 2 സെനാരിയോയിൽ ഹൈസ് ആൻഡ് ലോസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ ലിറ്റിൽ സീക്രട്ടുമായിട്ടുള്ള മാച്ചിങ്ങും ഓൾറെഡി നടത്തി കഴിഞ്ഞു. സോ ഈ ഒരു ക്വാളിറ്റിയിൽ, ഈ ഒരു ക്ലാരിറ്റിയിൽ നിങ്ങളെല്ലാവരും ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇൻ കേസ് ഇഫ് യു കനോട്ട് പ്രാക്ടീസ്, come and comment in the comment section. What is your difficulty? I will help you out. I am there to help you out. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് സംശയം കാണും, ഇതൊരു മണ്ടത്തരം ചോദ്യമാണോ എന്ന് ചോദിക്കുന്നത്. നോ പ്രോബ്ലം. It's all about you. You have to learn. You have to study. Then only you can become a professional trader. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് എവിടം വരെയും പോയി, പിന്നെയും പ്രൈസ് ആക്ഷൻ വരുന്നു. സോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പ്രൈസ് ആക്ഷൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഡിഡ് ദ പ്രൈസ് കം 50% ഓഫ് ദിസ് ഏരിയ? സോറി, ഇതാണ് ഇതിൻ്റെ 50% ബോക്സ് എന്ന് പറയുന്നത്, അല്ലേ? ഇവിടെ ഈ പ്രീവിയസ് ഏരിയയിലേക്ക് പ്രൈസ് പിന്നെ 50% കറക്ഷണൽ മൂവിന് വേണ്ടിയിട്ട് വന്നോ ഇല്ലയോ? ദിസ് ഈസ് ദ പോയിന്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഹിയർ. മനസ്സിലായോ? അപ്പം അതാണ് പ്രൈസ് ബിഹേവിയറിൻ്റെ കീ ടേക്ക് അവേ എന്ന് പറയുന്നത്. എന്താണ്? അതാണ് നമ്മൾ ഇവിടെ ചാർട്ടിൽ. സോ ദർ ഇസ് എ ഹൈ ഇസ് ക്രിയേറ്റഡ് ഓൺ എ ഹയർ ടൈം ഫ്രെയിം ആൻഡ് എ ലോ ഇസ് ക്രിയേറ്റഡ് ഓൺ എ ഹയർ ടൈം ഫ്രെയിം ആൻഡ് അഗെയിൻ എ ഹൈ ഇസ് ക്രിയേറ്റഡ് ഓൺ എ ഹയർ ടൈം ഫ്രെയിം. സോ ഈ ഹൈ ആൻഡ് ലോ ഓൺ ദ ഹയർ ടൈം ഫ്രെയിം, what happens here? Price behavior. This you have to price behavior. ഇത് നിങ്ങളുടെ മനസ്സിൽ ബേൺ ചെയ്ത് പിടിപ്പിക്കുക. So what is the price behavior? A structure is created and the price went up and the price will come back and mitigate 50% of the previous area. This is the previous area. 50% of the previous area. So when the price is coming back 50% of the previous area, your little secret what I have told you, this will be repeatedly happening here. Okay, this will be repeatedly happening here. So a low is created, high is created, low is taken, high is taken, price come back, mitigate, then go up. Idana, this is the structure. So on a larger time frame this happened, and a minor time frame also you can see that this area is getting respected. Now what is more important, അതാണ് നിങ്ങൾ ചാർട്ടിൽ കാണേണ്ടതായിട്ടുള്ളത്. So when this structure is created, ഈ സ്ട്രക്ചർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു പോകുമ്പോൾ subsequently what are you seeing here? There is a low created, there is a low created. These lows are called intermediate lows, അല്ലേ? Because on a major time frame this is the major structure and this is the strong low, and all the subsequent lows which are not 50% mitigated, അല്ലേ, subsequent lows and highs which are not 50% mitigated can be treated as intermediate highs and lows. മനസ്സിലായോ? 50% കൂടുതൽ സ്ട്രക്ചറിനകത്ത് കറക്ഷണൽ മൂവ് വന്നിട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ മുകളിലേക്ക് പോകുമ്പം ഈ സ്ട്രക്ചർ ടു സ്ട്രക്ചർ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വരുമ്പോൾ സ്ട്രക്ചർ ഇവിടെ നിന്നിട്ട് മാർക്കറ്റ് പോയി, അതിനുശേഷം ഇവിടെ വരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ആക്ച്വലി ഈ ഹൈയും ലോയും ദിസ് ഈസ് ദ പ്രീവിയസ് ഏരിയ, ഇതിൻ്റെ 50% വന്നിട്ടില്ലെങ്കിൽ ദിസ് ലോ ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻ്റർമീഡിയറ്റ് ലോ. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലോ എന്ന് പറയുന്നത് ഇതാണ്. അതർവൈസ് ദിസ് ഈസ് ആൻ സ്ട്രോങ് ലോ. അപ്പം സ്ട്രോങ് ലോയും ഇൻ്റർമീഡിയറ്റ് ലോയും കറക്റ്റായിട്ട് മനസ്സിലാക്കി പോവുക ചാർട്ടിനകത്ത്. സോ ഈ ഒരു കേസിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ, മാർക്കറ്റിൻ്റെ പ്രൈസ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? Once this intermediate low is taken out and price will come back, and it will come back, it is targeting the 50%. It is targeting the 50% of the previous area. Burn this into your mind. ഇതാണ് ഞാൻ പറയുന്നത്. Because this is a price action where the market is showing you clear directional blueprint ahead of time. So നമ്മളെ സംബന്ധിച്ച് ഇത് എപ്പോഴും കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ what should I answer you? ഇത് എപ്പോഴും കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you wait for an opportunity that when the market is showing you this same technique, you will have an opportunity to get into a trade here. മനസ്സിലായോ? ഇങ്ങനെ ഇവിടെ ഒരു സൈഡിൽ നമുക്ക് ട്രേഡിന് കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം മാർക്കറ്റ് കാണിക്കും. ഫോർ ദാറ്റ് വാട്ട് യു ഹാവ് എ ട്രേഡിംഗ് മോഡൽ. ദിസ് ഈസ് എ ട്രേഡിംഗ് മോഡൽ, എ ലിറ്റിൽ സീക്രട്ട് ഐ ടോൾഡ് യു. ആ ലിറ്റിൽ സീക്രട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. സോ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ കിട്ടും, എൻട്രി കിട്ടും. ദിസ് ഫോർമേഷൻ ഈസ് ബീങ് ഫോംഡ് and you will have a place to get into the entry and play with very small stop loss. ഇങ്ങനെ പ്രൈസ് വീണ്ടും ആ പ്രൈസ് ഏരിയയിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ you leave the trade, exit the trade. Why to hold it? Because it is going against your trade. It is against your trading model.
പല പ്രാവശ്യം പ്രൈസ് ഇവിടെ ചോപ്പി ആവുകയാണെങ്കിൽ യു എക്സിറ്റ് ഇറ്റ്. അപ്പം നമ്മൾ അതിനകത്ത് എക്സിറ്റ് ചെയ്യാൻ മടി കാണിക്കൊന്നും വേണ്ട, ലീവ് ദ ട്രേഡ്, ചെറിയ സ്റ്റോപ്പ് ലോസ്. സോ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ പ്രൈസ് ആക്ഷൻ വരുമ്പോൾ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഏരിയ, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ വെൻ ദ പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ഹിയർ, അല്ലേ? ഇവിടെ ഒരു പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലിറ്റിൽ സീക്രട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വേറാസ് നമ്മൾ ഇവിടെയും കൂടെ അന്നേരം നോക്കണം. പ്രീവിയസ് സ്ട്രക്ചറിന് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വാസ് ദിസ് എ പുൾ ബാക്ക്, വാസ് ദിസ് എ വാലിഡ് പുൾ ബാക്ക് ബോട്ടം, വാസ് ദിസ് എ മനസ്സിലായോ ഇവിടെ പറയുന്നത് എന്താണെന്ന്? അതായത് പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയപ്പം ഈ സ്ട്രക്ചറിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിൽ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഈ പ്രൈസ് ഇമ്മീഡിയറ്റ്ലി ഈ പുൾ ബാക്കിൻ്റെ ബോട്ടം ലെക്കിൽ ജസ്റ്റ് ക്വിക്ക് സ്വീപ്പ് ഇങ്ങനെ നടത്തിയിട്ട് പ്രൈസ് മുകളിലേക്ക് കയറി പോകും. മനസ്സിലായി? ഇങ്ങനെ വന്നിട്ട് പ്രൈസ് ഇവിടെ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക്, ഈ ഗ്രീൻ കളറാണ് വരേണ്ടത് കേട്ടോ, സോറി ഞാൻ കളർ മാറ്റി സമയം കളയുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പ്രൈസ് മുകളിലേക്ക് പിന്നെയും കയറി പോകും. ബിക്കോസ് വൈ? ദിസ് ഈസ് എ പുൾ ബാക്ക് ഏരിയ. മനസ്സിലായോ? അപ്പോൾ സോ യു ഹാവ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി. വൺ, പുൾ ബാക്ക് ഏരിയയുടെ ബോട്ടമിൽ വന്നിട്ട് പ്രൈസ് ടാപ്പ് ചെയ്യാനുള്ള ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ആൻ ഏരിയ ഓഫ് ഡബിൾ ഇൻട്രസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലിറ്റിൽ സീക്രട്ട് ഇവിടെ പ്ലേ ഔട്ട് ചെയ്തില്ലെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇതൊരു 50% ഏരിയയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രീവിയസ് ഏരിയയിൽ ഒരു 3 candle പുൾ ബാക്ക് ഒരു സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് ഇവിടെ എന്തെങ്കിലും ഈ ലോ ഈസ് ടേക്കൺ ഇറ്റ് ഔട്ട്, യു ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി, ഇമ്മീഡിയറ്റ്ലി യു ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്, വെയിറ്റ് വിത്ത് എ വെരി സ്മോൾ മൈനർ സ്റ്റോപ്പ് ലോസ് ആൻഡ് വിത്ത് ടാപ്പിംഗ് അഗെയിൻ ആൻഡ് അഗെയിൻ ഹിയർ, ലീവ് ദ ട്രേഡ്. Wait for next setup. Less is more, and you will do 1 or 2 trades per day. And when the market is showing a clear directional blueprint ahead of time, if it is not, don't enter into the trade. Got it? അപ്പം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് എക്സ്പീരിയൻസിൽ നിന്നാണ് സുഹൃത്തുക്കളെ. അപ്പം നിങ്ങളത് അതിൻ്റെതായിട്ടുള്ള സീരീസിൽ ഇതെടുക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ബിക്കോസ് they don't know what to teach you. They don't know what to convey the message. If it is wrong, you come and comment in the comment section. If it is good, you have to write a good comment about what I am teaching you. Okay, now trading model, identify the higher time frame trend. Identify the higher time frame trend. നമുക്ക് ട്രെൻഡ് ഓൾറെഡി കാണുമ്പോഴേ നമുക്കറിയാം. ഹൈസ് ആൻഡ് ലോസ് when you market, you know that it is a strong low or the intermediate low. When the intermediate low is taken, a candle is closed down, price will come back and mitigate somewhere. ഇവിടെ എവിടെയായാലും price will come back, mitigate, and it will target the 50% of the previous area. This is the price action. And because the trend is continuously bullish, what happens? This strong low is not taken out and a candle is not closed below this one. അല്ലേ? ഇവിടെ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഓർ ഇമ്മീഡിയറ്റ് സ്വീപ്പ് ഓഫ് ദ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ പോലും what happens? The trend is highly bullish and it will go with the bullish trend. This is the idea. This is the concept. I hope you understood the core concept behind the trading setup. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ട്രേഡിങ് ഇങ്ങനെ നമ്മൾ നോക്കിക്കാണുന്ന ഏരിയ ആണ് നമ്മളെ സംബന്ധിച്ചിട്ട്. മാർക്കറ്റ് ഈസ് ഓൾ അബൌട്ട് സബ്ജക്റ്റീവ് ഡയറക്ഷണൽ ബയാസ് ഇൻ ടേംസ് ഓഫ് പ്രൈസിങ് സ്ട്രക്ചർ, ഇൻ ടേംസ് ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്, സബ്ജക്റ്റീവ് ഡയറക്ഷണൽ. ദിസ് ഈസ് ഓൾ. ഇതും നിങ്ങൾ മനസ്സിൽ ബേൺ ചെയ്ത് വെക്കുക. ബിക്കോസ് ഇറ്റ് മേ ഹാപ്പൻ ഓർ ഇറ്റ് മേ നോട്ട് ഹാപ്പൻ, ബട്ട് ഹയർ പോസിബിലിറ്റി ഔട്ട് ഓഫ് 100, 80% ഇറ്റ് വിൽ ഹാപ്പൻ. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ഓൺ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ബേസ്ഡ് ഓൺ ദ ഇന്റർമീഡിയറ്റ് ലോസ് ആൻഡ് ദ സ്ട്രോങ് ലോ, യു വിൽ ഫൈൻഡ് ദാറ്റ് വാട്ട് ഈസ് ദ കറണ്ട് ഓൺ ഗോയിങ് ട്രെൻഡ്. സോ trade with the trend, what is there in the chart, whatever happens, ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും you wait for the retracement of the 50% of the previous area, see that നമ്മളുടെ ലിറ്റിൽ സീക്രട്ട് is playing out here, and when there is a pullback area or a price of ഒരു കൂടുതൽ പ്രൈസ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണോ on a higher time frame or a shorter time frame for the immediate scalping type of trading technique like 50 minutes pullback candle, go for a scalping. 1 hour pullback, go for a bigger target. You got the idea? മനസ്സിലായോ? അപ്പോൾ നമ്മൾ പലപ്പോഴും ടൈം ഫ്രെയിം എടുത്ത് വെച്ചിട്ട് ചോദിക്കും എന്താണ്, ഏത് ടൈം ഫ്രെയിം ആണ്, എവിടെയാണ് നമ്മൾ നോക്കുന്നത്. സോ ടൈം ഫ്രെയിം ഈസ് വാട്ട് ഈസ് ടൈം ഫ്രെയിം? ടൈം ഫ്രെയിം ഈസ് ഫ്രാക്ടൽസ്, അല്ലേ? ടൈം ഈസ് സ്പ്ലിറ്റ് ഇൻ ടു മൾട്ടിപ്പിൾ ഫ്രാക്ഷൻസ്, അല്ലേ? ഈ ഫ്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ. അപ്പോൾ ഈ ഫ്രാക്ടൽസ് ആണ് ഇവിടെ സ്മോളർ ടൈം ഫ്രെയിം ഫ്രാക്ടൽസ്. വാട്ട് ഈസ് ഹാപ്പനിങ്? ആ സ്മോളർ ടൈം ഫ്രെയിം ഫ്രാക്ടൽസ് മൊമെൻറ്റം ഈസ് ഹാപ്പനിങ് on a smaller time frame fractals. Momentum is happening and that momentum is triggering you to the higher time frame. പിടിയിട്ടില്ലോ? അപ്പം
ഇത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് കോംപ്ലിക്കേഷൻ, ഇറ്റ്സ് വെരി സിമ്പിളി ഐ എം എക്സ്പ്ലെയിനിങ് യു. സിമ്പിൾ കൺസെപ്റ്റ്, സിമ്പിളി യു ക്യാൻ ഫൈൻഡ് ദ ഏരിയ. ഒന്നുമില്ല ഇവിടെ. ജസ്റ്റ് നമ്മൾ വെയിറ്റ് ഫോർ ദ പ്രൈസ് ആക്ഷൻ ടു കം ആൻഡ് പ്ലേ ഇറ്റ് ഔട്ട്. നൗ വെയിറ്റ് ഫോർ ദ sorry, it is not entracement, it is retracement. Retracement, okay? Retracement എന്നായി പോയല്ലോ. retracement, okay? ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിലേക്ക് സ്പെല്ലിംഗ് ഇട്ടാൽ റിട്രേസ്മെൻറ്റ് സ്പെല്ലിംഗ് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിലും ഒരു കമൻറ്റ് വരട്ടെ. ഓക്കെ, വെയിറ്റ് ഫോർ ദ റിട്രേസ്മെൻറ്റ് 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ ഇൻ ദ ലോവർ ടൈം ഫ്രെയിം, ആൻറ്റിസിപ്പേറ്റ് എ റിവേഴ്സൽ പാറ്റേൺ. സോ ഇൻ ദ ലോവർ ടൈം ഫ്രെയിം ഇവിടെ വരുമ്പോഴത്തേനും ദിസ് ഈസ് എ ഹയർ ടൈം ഫ്രെയിം അല്ലേ, പ്രീവിയസ് ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ വരുമെന്ന് കാണുന്നു. ഓൺ ദ ലോവർ ടൈം ഫ്രെയിം ഓൺ ദ സെയിം ഏരിയ നമ്മളിതിനെ പ്രീവിയസ് ഏരിയയിൽ ആൻറ്റിസിപ്പേറ്റ് എ റിവേഴ്സൽ പാറ്റേൺ, ഇവിടെ ഒരു റിവേഴ്സൽ വരും ബിക്കോസ് എ ട്രെൻഡ് ഈസ് ബുള്ളിഷ് അല്ലേ, അങ്ങനെ നമ്മൾ കാണുന്നു. അപ്പോൾ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് നമ്മളുടെ അതർ സൈഡിലേക്ക് സെല്ലിംഗ് സൈഡ് ആണെങ്കിലും സെയിം വേ യു എക്സ്പെക്ട് ഈ ഒരു ആക്ടിവിറ്റി. മനസ്സിലായി? മുകളിൽ നിന്ന് പ്രൈസ് താഴോട്ട് വരുന്നു, റിട്രേസ്മെൻറ്റ് കയറി വരുന്നു, പുൾ ബാക്ക് ഉണ്ടെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. ഇവിടെ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് ആണ്. അപ്പോൾ അതിന് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള നമ്മൾ ഓൾറെഡി 1-2 വീഡിയോ നമ്മൾ ഓൾറെഡി ക്ലീൻ എൻട്രി സെനാരിയോസ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കാണുക. അതിനുശേഷം അതിൻ്റെ സെനാരിയോയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം, ഇതിപ്പം മേ ബി ഒരു 2-3 വീഡിയോസിനുള്ളിൽ ഞാൻ തീർക്കും. വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറച്ചുകൂടെ വേണം, അല്ലെങ്കിൽ എൻട്രി സെനാരിയോയിലേക്ക് കുറച്ചുകൂടെ ഡീപ്പ് ഡൈവ് നടത്തണം എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ കമൻറ്റാണ് നമ്മൾ വീഡിയോ പിന്നെ നിങ്ങളുടെ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് എനിക്ക് ഐഡിയ വരുന്നത്, ഇത് മനസ്സിലായില്ലല്ലോ എന്ന്. സോ ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് ഐ എം ടീച്ചിങ് യു നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ്. അതർവൈസ് ദ ഹോൾ എക്സർസൈസ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് സിംപ്ലി ഗോയിൻ വെയിൻ. അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അല്ലേ, അതിന് വേണ്ടിയിട്ടാണ്. സോ ഇൻ ദ ലോവർ ടൈം ഫ്രെയിം ആൻറ്റിസിപ്പേറ്റ് റിവേഴ്സൽ പാറ്റേൺ, ഇവിടെ റിവേഴ്സൽ പാറ്റേൺ ഈ ഒരു സംഭവം വരുമ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. നൗ കീ ഏരിയാസ് ആർ സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക് ഓർ 3 ക്യാൻഡിൽ പുൾ ബാക്ക് ഓൺ ദ ടൈം ഫ്രെയിം 50 minutes, 1 hour ഓർ ഡേ. അപ്പോൾ ഡേയിലും നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ പുൾ ബാക്ക് ക്യാൻഡിലിൻ്റെ ബോട്ടം സൈഡ് നമ്മൾ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ പോലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. 50 minutes നമുക്ക് അവിടെ കിട്ടും. 1 hourലാണെങ്കിൽ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, ഡേയിലാണെങ്കിൽ അതിലും കൂടുതൽ ഇമ്പോർട്ടൻസ്. പക്ഷേ ഡെയിലി നമുക്ക് വളരെ ചാൻസ് കുറവായിരിക്കും കിട്ടാൻ വേണ്ടി. സോ വി വിൽ ഫോക്കസ് ഓൺ 1 hour and 50 minutes. ഇൻ കേസ് ടൈമൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഡെയിലും കൂടെ കൺവേർട്ട് ചെയ്ത് നോക്കുക. സോ ഡെയിലി ചാർട്ട് എങ്ങനെ നോക്കണം, 50 minutes എങ്ങനെ നോക്കണം, 1 hour എങ്ങനെ നോക്കണം. ഐ ഹോപ്പ് യു ഹാവ് എ ക്ലിയർ ഐഡിയ നൗ അല്ലേ. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. അതാണ് നമ്മളുടെ ട്രേഡിംഗ് സീക്രട്ട് ചാനലിൽ കൂടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുള്ള വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റർ ഓൺ ദ ലോവർ ടൈം ഫ്രെയിം 1 minute ഓർ സ്റ്റോപ്പ് ലോസ് ബിലോ ദ മാനിപ്പുലേഷൻ. ഇവിടെ നമ്മൾ ആ പ്ലേ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ്റർ ഓൺ എ ലോവർ ടൈം ഫ്രെയിം. ഇവിടെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലായിരിക്കും നമ്മുടെ എൻട്രി ഫോർമേഷൻസ് നമ്മൾ ഈ നാസാക്കിൽ ഇവിടെ കാണിച്ച പോലെ നോക്കുന്നത്. എന്നിട്ട് അവിടെ വന്നു വെച്ചാൽ നമ്മൾ ഇത് എൻ്റർ ചെയ്തിട്ട് ഈ മാനിപ്പുലേഷൻ ഏരിയയുടെ ബോട്ടം സൈഡിൽ ഇവിടെ നമ്മൾ SL വെക്കുന്നത്. സോ ഇഫ് യുവർ SL ഈസ് വെരി ബിഗ്, ദാറ്റ് ഈസ് എ കൺസെപ്ച്വൽ SL എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന SL എന്നത് ഇതൊരു SL എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ SL എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓൺ എ ട്രിക്കി ലെവലിൽ നമ്മൾ വളരെ മൈനർ SL വെച്ചിട്ട് മാത്രം പ്ലേ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ ഓക്കെ ഇവിടെ മതം വന്നു. ഓക്കെ, ഇനി ഞാനിവിടെ SL കീപ്പ് ചെയ്യുന്നത് ഈ ലൈന് താഴെയാണെന്ന് മനസ്സിൽ വെക്കുക. ഇത്രയും ലെങ്തി കൊടുക്കേണ്ട കാര്യമില്ല. സോ വാച്ച് ദ പ്രൈസ് ആക്ഷൻ. അവിടെ കിടന്ന് കുറച്ച് നേരം ജമ്പ് ചെയ്യട്ടെ മാർക്കറ്റ്, അതിനുശേഷം അവൻ്റെ വഴിക്ക് പൊക്കോളും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് നോക്കുക. സോ ദിസ് ഈസ് എ കംപ്ലീറ്റ് ടൈം 41 minutes ആയി. സോറി ഫോർ ടേക്കിംഗ് ഇറ്റ്സ് എ ലെങ്തി വീഡിയോ. എനിവേ നമ്മൾ ഡീകോഡിംഗ് സീരീസിനകത്ത് നമ്മളുടെ എൻട്രി ടെക്നിക്കുകൾ വളരെ കൃത്യമായിട്ടും വ്യക്തതയോടും കൂടി കൺവേ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അത് ഞാൻ കൺവേ ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും മിസ്സിങ് ഔട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ്. ആൻഡ് ഓൾ യുവർ കമൻറ്റ്സ് ആർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കമൻറ്റുകളാണ്. ഒത്തിരി ആൾക്കാർ ഭയങ്കര ലെങ്തി കമൻറ്റ് ഇട്ടാക്കുന്നു. ഓഫ് കോഴ്സ് ഈ കമൻറ്റുകളെല്ലാം യൂട്യൂബ് മുന്നോട്ട് പോകും തോറും ഈ കമൻറ്റുകളും ഈ വീഡിയോയും എല്ലാം നമ്മളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ തന്നെ കാണും. നമ്മളെല്ലാവരും ട്രേഡ് ചെയ്ത ആ ഒരു കമൻറ്റുകളും എല്ലാവരും കണ്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഇനിയും ഡീകോഡിംഗ് സീരീസിൻ്റെ വ്യക്തതയോടുകൂടിയുള്ള വീഡിയോ ഇപ്പം നമ്മൾ ട്രേഡിംഗ് മോഡൽ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈസും ലോയ്സും കൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അതിൻ്റെ ഡീറ്റെയിലിംഗ് പാർട്ടുകൾ കുറച്ചുകൂടെ വരുന്നുണ്ട്, മുന്നോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഇമോഷണൽ മാനേജ്മെൻറ്റ് വീഡിയോ അത് തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം വി വിൽ സ്റ്റാർട്ട് അവർ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഡീകോഡിംഗ് സീരീസ് മാർക്കറ്റ് 10 പാർട്ട് 10 നമ്മൾ 1 തൊട്ട് 7 വരെ അവസാനിപ്പിക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് യു നീഡ് മോർ ക്ലാരിറ്റി ഓൺ ദിസ് സെറ്റപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നല്ല കമൻറ്റുകൾ എഴുതുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും വീഡിയോ എത്തട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.